മനുഷ്യനെ ആശ്രയിക്കുന്ന ദൈവവും മറ്റൊന്ന് മനുഷ്യനെ ആശ്രയിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് നമ്മളിവിടെ ചിന്താവിഷയങ്ങളുണ്ട്. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ആവർത്തന പുസ്തകം 15-4 വാക്യം വായിക്കാം. 15 വാക്യം വായിക്കാം. 4-15 വാക്യം വായിക്കാം. നിങ്ങൾ നന്നായി സൂക്ഷിച്ചു കൊള്ളുവിൻ. യഹോവ ഹോരോവിൽ തീയുടെ നടുവിൽ നിങ്ങളോട് അരുളിച്ചെയ്ത നാളിൽ നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആണിൻ്റെയെങ്കിലും പെണ്ണിൻ്റെയെങ്കിലും സാദൃശ്യത്തിൽ ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിൻ്റെ സാദൃശ്യമോ ആകാശത്ത് പറക്കുന്ന യാതൊരു പറവയാതിയുടെ സാദൃശ്യമോ ഭൂമിയിലുള്ള യാതൊരു ഇഴയാതിയുടെ സാദൃശ്യമോ ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള യാതൊരു മത്സ്യത്തിൻ്റെ സാദൃശ്യമോ ഇങ്ങനെ യാതൊന്നിൻ്റെയും പ്രതിമയും വിഗ്രഹങ്ങളും ഉണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത്. സ്തോത്രം. സൃഷ്ടാവായ ദൈവം പറയുന്ന കാര്യം, മനുഷ്യനെ ആശ്രയിക്കുന്ന സൃഷ്ടാവായ ദൈവം പറയുന്നതാണ്. നിങ്ങൾ മോശയോട് ദൈവം സംസാരിച്ചപ്പോൾ നിങ്ങൾ യാതൊരു രൂപവും കണ്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ ആണിൻ്റെയോ പെണ്ണിൻ്റെയോ യാതൊന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കി നിങ്ങൾ ആരാധിക്കും, വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ആരാധിക്കണമെന്ന് ദൈവം പറയുന്നത്. എങ്കിൽ മനുഷ്യൻ ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. 105 സങ്കീർത്തനത്തിൻ്റെ 4 വാക്യം വായിക്കാം. അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു, മനുഷ്യരുടെ കൈവേല തന്നെ. അവയ്ക്ക് വായുണ്ടെങ്കിൽ സംസാരിക്കുന്നില്ല. ഇതിന് സ്തോത്രം. അവരുടെ വിഗ്രഹങ്ങൾ ഇന്നും മനുഷ്യനെ ആശ്രയിച്ചു പോകുന്നത് വിഗ്രഹങ്ങളിലാണ്. ഈ വിഗ്രഹങ്ങൾക്ക് എന്താണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്? ഈ വിഗ്രഹങ്ങൾക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല. ഇതിന് സ്തോത്രം. ഇന്ന് അനേകം ഈ വിഗ്രഹാരാധനയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് ലോകത്തിൽ നമ്മൾ നോക്കിയാൽ അനേക സംഭവങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഈ വിഗ്രഹങ്ങളെ പറ്റിയുള്ള യഥാർത്ഥ ചിത്രം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇന്ന് അനേക വിഗ്രഹങ്ങൾ മോഷണം പോകുന്നു. ലോകത്തിൽ അനേകം വിഗ്രഹങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് കള്ളന്മാർ പോകുന്നുണ്ട്. എങ്കിൽ ഈ കള്ളന്മാരെ ഒന്നിനും ദൈവം പിടിക്കുന്നില്ല. ഈ ഒരു ദൈവങ്ങളും പിടിക്കുന്നില്ല. ഈ വിഗ്രഹങ്ങൾക്കൊന്നിനും അതിനെ പിടിക്കാൻ സാധിക്കുന്നില്ല. എങ്കിൽ CC ക്യാമറ നിമിത്തം ഈ വിഗ്രഹമോഷണത്തെ പിടിക്കുന്നു. അവർ പിടിച്ച് വരുമ്പോഴാണ് കള്ളനിൽ നിന്ന് പോലീസ് ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ അനേകം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നമുക്ക് പുറത്തു വരുന്നത്. നമ്മൾ ഇന്നലെ വരെ വലിയ ദൈവങ്ങളാണെന്ന് വെച്ച് പ്രാർത്ഥിച്ചിരുന്ന ദൈവങ്ങളിലാണ് അവരുടേതായ ആഭരണങ്ങൾ, അവരുടേതായ സാമ്പത്തിക മുതലുകളാണ് എല്ലാം ഈ കള്ളന്മാർ മോഷ്ടിച്ചിരിക്കുന്നത്. ഈ വിഗ്രഹങ്ങളെ തന്നെ മോഷ്ടിച്ച് പല സംസ്ഥാനത്തും കൊണ്ട് വിൽക്കുന്നു. ഇതൊക്കെ നമ്മുടെ ഇന്ന് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ സംഭവങ്ങളാണ്. നമ്മൾ ഈ വിഗ്രഹങ്ങളിൽ ആരാധിക്കുന്ന നമ്മൾ ഇതൊന്ന് ചിന്തിച്ച് നോക്കണം. ഇത് ദൈവമാണോ? ദൈവമാണെങ്കിൽ ഇതിനെ കൊണ്ടുവന്ന് വയ്ക്കാൻ പറ്റുമോ? ഇതിനെ മോഷ്ടിക്കാൻ പറ്റുമോ? ഇതിൻ്റെ 1 രൂപ അനുകൃതമായിട്ട് എടുക്കാൻ പറ്റുമോ? പക്ഷെ അവിടെയെല്ലാം ദൈവം ചോദ്യം ചെയ്യും. അവിടെയെല്ലാം മറുപടി ഉണ്ടാക്കും. പക്ഷേ നമുക്കൊന്നുകൂടി ഒന്ന് വായിക്കാം. കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല. നമ്മൾ തൊണ്ട കൊണ്ട് സംസാരിക്കുന്നതുമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടതൊരു അനേകം കാര്യങ്ങളുണ്ട്. നമ്മൾ വിഗ്രഹത്തെ ആരാധിക്കുന്ന അനേകരിന്ന് ഇതൊന്നും ചിന്തിക്കാറില്ല. ഈ വിഗ്രഹങ്ങൾക്ക് കൈയുണ്ട് സ്പർശിക്കാൻ. ഒരു കള്ളനെ പിടിച്ചു നിർത്താനുള്ള കൈയുണ്ട്, പക്ഷെ അതിന് കഴിവില്ല. ഇന്ന് അനേകം സാമൂഹ്യ ദ്രോഹികൾ വിഗ്രഹങ്ങൾ അടിച്ചു തകർക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു വിഗ്രഹം അടിച്ചു പിടിച്ചു നിർത്തിയായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സാമൂഹ്യ വിദഗ്ധര് ചെയ്യുന്നതാണ്. അവർ പല വിഗ്രഹങ്ങളെ അടിച്ച് തകർത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആരും ചോദിക്കാനില്ല. ഒരു ദൈവങ്ങളും ഇതിനെ ചോദിക്കാനില്ല. ഇതാണ് നമ്മൾ കാണുന്നത്. അത്യാവശ്യം ഇവരുടെ മുഖത്ത് വരുന്ന മാറാമ്പൽ പോലും ഇതിന് തൂത്തുകളെയാണ്. ഈ കൈ സ്പർശിക്കുന്നില്ല.
ഇവർക്ക് തൊണ്ടുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ അത്യാവശ്യം നമ്മളെ വീട്ടിൽ ഒരു കള്ളൻ കയറിയാൽ നമ്മൾ സ്വരമിട്ട് ആളെ കൂട്ടും. ആ കള്ളനെ ചിലപ്പോൾ പിടിച്ചു വരും, അവൻ രക്ഷപ്പെട്ടെന്ന് വരും. പക്ഷേ എങ്കിൽ പോലും ഈ വിഗ്രഹങ്ങൾക്ക് അതിനെ പിടിക്കാനോ അതിനെ സംസാരിച്ച് ഒരാളെ കൂട്ടാൻ പോലുമുള്ള കഴിവില്ലാത്ത ഉപവിഗ്രഹങ്ങളാണ്. ഈ ഉപവിഗ്രഹങ്ങളടുത്താണ് നാമെല്ലാം പ്രാർത്ഥിക്കുന്നത്. അനേകം പണം മുടക്കി പോയി പ്രാർത്ഥിക്കുന്നു വർഷാവർഷം. അനേകർ ഇതിൻ്റെ പിന്നാലെ നടക്കുന്നു. അനേകർ പ്രാർത്ഥിച്ച് കണ്ണീരൊഴുക്കി ഈ വിഗ്രഹത്തോട് കണ്ണീരൊഴുക്കി മടുത്ത് എത്രയോ ആയിരങ്ങൾ ജനലക്ഷങ്ങളുണ്ട് ഈ ലോകത്തിൽ. വിഗ്രഹത്തിലൂടെ പ്രാർത്ഥിച്ച് ആവശ്യങ്ങൾ നടക്കാതെ വരുന്ന ജനലക്ഷങ്ങൾ ഈ ഭൂമിയിലുണ്ട്. പക്ഷേ എങ്കിലും ഇവർ പിന്മാറുന്നില്ല. പിന്മാറത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഇവരുടെ നമ്മളെ കാരണന്മാരാൽ പറഞ്ഞു കേട്ട പഴഞ്ചൊല്ലുണ്ട്. എന്താണെന്നറിയാമോ? ഈ ദൈവം വലുതാണ്, ഈ ദൈവം സൂര്യനാണ്, ഇതിൻ്റെ അടുത്ത് ചെന്നാൽ കരിഞ്ഞു പോകും, ഈ ദൈവം അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മൾ പണ്ട് കാരണന്മാരാൽ നമ്മളിങ്ങനെ പറഞ്ഞു കേട്ട കേൾവിയാണ്. പക്ഷേ ഇതൊന്നും യഥാർത്ഥ്യമല്ലെന്ന് നമുക്ക് ഇന്ന് ഈ നൂറ്റാണ്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ദൈവങ്ങൾക്ക് കഴിവുണ്ടായിരുന്നുവെങ്കിൽ ഈ ദൈവങ്ങളുടെ ഒരു മുതൽ പോലും മോഷ്ടിക്കാൻ ഈ ദൈവം അനുവദിക്കില്ല. അതാണ് ദൈവം. നമ്മുടെ സ്വന്തം മുതൽ സൂക്ഷിക്കാൻ കഴിയാത്തൊരു വ്യക്തിയെ ഒരു മനുഷ്യനെ ആശ്രയിക്കുമോ? അപ്പോൾ ആ ദൈവത്തിൻ്റെ മുതൽ സൂക്ഷിക്കാൻ ആ ദൈവത്തിന് സാധിക്കാത്തൊരു ഈ മനുഷ്യൻ ആ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് എന്താ കാര്യമായിരിക്കുന്നത്? ഈ വിഗ്രഹത്തിൽ ആശ്രയിച്ചിട്ട് എന്താ കാര്യമായിരിക്കുന്നത്? നമുക്ക് ഒരു അധ്യായം കൂടി വായിക്കാം. യെശയ്യാപ്രവചനം 46-ന്റെ 6-ാം വാക്യം തൊട്ടൊന്ന് വായിക്കാം. അവർ സഞ്ചിൽ നിന്ന് പൊന്ന് കുടഞ്ഞിടുന്നു, തുലാസിൽ നിന്ന് വെള്ളി തൂക്കുന്നു, തട്ടാനെ കൂലിക്ക് വയ്ക്കുന്നു, അവൻ അതുകൊണ്ടൊരു ദേവനെ ഉണ്ടാക്കുന്നു. അവർ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നു. അവർ അതിനെ തോളിലെടുത്തുകൊണ്ട് പോയി അതിൻ്റെ സ്ഥലത്ത് നിർത്തുന്നു. അത് തൻ്റെ സ്ഥലത്തു നിന്നും മാറുന്നതുമില്ല. അതിനോട് നിലവിളിച്ചാൽ അത് ഉത്തരം പറയുന്നില്ല. കഷ്ടത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്നതുമില്ല. ഈ വിഗ്രഹങ്ങളെടുത്ത് നമ്മൾ വിഗ്രഹങ്ങളെ ചുമന്നു നടക്കണം നമുക്ക് കാണാം ചില സീസണുകളിൽ. ആ സീസൺ വിഗ്രഹങ്ങളെ ചുമന്നു നടക്കുന്നതാണ്. പക്ഷേ ഈ വിഗ്രഹങ്ങൾ ഉള്ള മുന്നിൽ അതിന് നിൽക്കുന്ന പാട്ടിൽ നിന്ന് മാറാനുള്ള കഴിവില്ല. പിന്നെ ആ വിഗ്രഹത്തിൻ്റെ മുന്നിൽ നമ്മൾ പോയി പ്രാർത്ഥിച്ചിട്ട് എന്താണ് അതിനുള്ള മാർഗം? ആ വിഗ്രഹത്തിന് മുന്നേ നമ്മൾ പോയി പ്രാർത്ഥിക്കുന്നത്, ആ വിഗ്രഹം നമുക്ക് മറുപടി തരുമോ? തരാൻ സാധ്യമല്ല. ഇത് വിഗ്രഹമാണ്. ഇതിനെ നമ്മൾ തോളിലെടുത്ത് നടക്കുന്നത് ഹൃദയമാണ്. ഇത് നമ്മളുടെ ആരോഗ്യം നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തുകയാണ്. നമ്മുടെ പണവും സമ്പത്തും എല്ലാം വെറുതെ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. ഇതിന് ഈ ദൈവത്തിൻ്റെ മുന്നിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചിട്ട് ഒരു ഫലവും ഉണ്ടായിട്ടില്ല, ഇന്ന് വരെ ഉണ്ടാകാൻ പോകുന്നുമില്ല. ഇതെല്ലാം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ബുദ്ധിയിൽ നമ്മളെ കാരണന്മാർ പണ്ട് വലിയ ആനയുടെ കുതിരയാണെന്നൊക്കെ പറഞ്ഞ കഥ നമ്മുടെ ചിന്തയിലുണ്ട്. ആ മനോഭാവമാണ് നമ്മളിപ്പം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അതിൻ്റെ മുന്നിൽ പോയി കണ്ണീരൊഴുക്കുന്നത്. പക്ഷേ എങ്കിൽ നമുക്ക് സൃഷ്ടാവായ ദൈവം, മനുഷ്യനെ ആശ്രയിക്കുന്ന ദൈവം, ഇപ്പോൾ വരെ ഞാൻ പറഞ്ഞത് മനുഷ്യനെ ആശ്രയിക്കുന്ന ദൈവമാണ്. ഈ ദൈവത്തിന് ഒരു അല്പം മാറി നിൽക്കണമെങ്കിൽ, ഈ ദൈവത്തിൻ്റെ മുഖത്ത് പിടിക്കുന്ന മാറാമ്പലും മറ്റ് പൊടിപടലങ്ങളും തൂക്കണമെങ്കിൽ മനുഷ്യനെ ആശ്രയിക്കണം. അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്, മനുഷ്യനെ ആശ്രയിക്കുന്ന ദൈവം. എങ്കിൽ മനുഷ്യനെ ആശ്രയിക്കുന്ന സൃഷ്ടാവായ ദൈവം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഇരമ്യാ പ്രവചനം 29-12 വാക്യം. എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നദ്ധിയിൽ വന്നു പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. സൃഷ്ടാവായി ദൈവം പറയുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് മറുപടി തരും. നിങ്ങൾ എന്നെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. അതാണ് സൃഷ്ടാവായ ദൈവം. മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ കഴിവുള്ളവനാണ് ദൈവം.
ആ ദൈവത്തിൽ മനുഷ്യനെ ആശ്രയിക്കണം. അല്ലാതെ നമ്മൾ വിഗ്രഹങ്ങളെടുത്ത് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പണ്ട് കാരണന്മാരുടെ ആ പഴഞ്ചൊല്ല് പ്രാർത്ഥിച്ചിട്ട് ഇന്നുവരെ മറുപടി ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 11:39 അധ്യായം വാക്യം വായിക്കാം. 11 അധ്യായം 39 വാക്യം വായിക്കാം. കല്ല് നീക്കുവിൻ എന്ന് യേശു പറഞ്ഞ് മരിച്ചവൻ്റെ സഹോദരിയായ മാർത്ത, കർത്താവെ, നാറ്റം വെച്ച് തുടങ്ങി 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യേശു പറയുന്നു, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. എന്നെ കേൾക്കുന്ന പ്രിയങ്ങളെ, ഈ മാർത്ത പറയുന്നത് 4 ദിവസമായി നാറ്റം വെച്ച് തുടങ്ങിയെന്നാണ് പറയുന്നത്. പക്ഷേ യേശു പറയുന്നത്, നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. എന്നെ കേൾക്കുന്ന പ്രിയജനമേ, നിങ്ങൾ ഇന്നലെ വരെ വിഗ്രഹങ്ങളോട് പ്രാർത്ഥിച്ചവരായിരിക്കാം. വിഗ്രഹങ്ങളെടുത്ത് നിങ്ങൾ ഇന്നും പോയി പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. പക്ഷേ എങ്കിൽ നിങ്ങളുടെ വിഷയം എത്ര നാറ്റം വെച്ചതാണെങ്കിലും, എത്ര പഴക്കം ചെന്നതാണെങ്കിലും, എത്ര മോശമായ രീതിയിലാണെങ്കിൽ പോലും, ലോകത്തിന് അതിന് പരിഹരിക്കാൻ പറ്റാത്തൊരു ഏത് കാര്യമായാലും എൻ്റെ കർത്താവ് പറയുന്നു, വിശ്വസിച്ചാൽ ഈ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു വിടുതലാണ്. ഈ വിടുതൽ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് ഏറ്റെടുത്താൽ അത് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ്. ഈ നിമിഷം, ഈ കേൾക്കുന്ന ഈ നിമിഷം നിങ്ങൾ എഴുതാൻ കർത്താവ് പറയുന്ന ഇതാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ നിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇന്നലെ വരെ വിഗ്രഹങ്ങളോട് പ്രാർത്ഥിച്ച നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ആ നിമിഷം നിങ്ങൾ കർത്താവിൻ്റെ മഹത്വം കണ്ടിരിക്കും. അതിൽ തർക്കമില്ല, മാറ്റമില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് ലാസറെ പുറത്തു വരിക എന്ന് യേശു ഉറക്കെ വിളിച്ച് പറഞ്ഞു. മരിച്ചവൻ പുറത്തു വന്നു. മരിച്ച് നാറ്റം വെച്ച ലാസർ, 4 ദിവസമായ ലാസർ ജീവനുള്ളവനായി പുറത്തു വന്നു. ഇതാണ് ജീവനുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി. ഈ ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കണം. ഇതാണ് ജീവനുള്ള ദൈവം. നിങ്ങൾ ഇത്രയും കാലം വിഗ്രഹങ്ങളോട് പ്രാർത്ഥിച്ചതാണ് ശരി, പക്ഷേ അത് നിങ്ങൾ തിരിഞ്ഞ് സൃഷ്ടാവായ ദൈവത്തോട്, കർത്താവ് യേശു ക്രിസ്തുവോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ എത്ര പഴയ പ്രാർത്ഥനയായാലും നിങ്ങൾക്ക് ദൈവം തൽക്ഷണം മറുപടി തന്നിരിക്കും. ഇതിന് മാറ്റമില്ല. നമുക്കൊരു വാക്യം വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 7:13 വാക്യം വായിക്കാം. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്നു മഞ്ചം തൊട്ട് ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാരായി എഴുന്നേൽക്കെന്ന് ഞാൻ നിന്നോട് പറയുന്നെന്നു അവൻ പറഞ്ഞ് മരിച്ചവൻ എഴുന്നേറ്റ് ഇരുന്നു സംസാരിക്കാൻ തുടങ്ങി. സ്വതന്ത്രം. അവിടെ ഒരു വിലാപയാത്ര വരികയാണ്. ഈ വിലാപയാത്ര വരുമ്പോൾ യേശു ആ വഴിയെ കടന്നു വരുമ്പോൾ വിധവയായ സ്ത്രീ വിലാപയാത്ര കരഞ്ഞുകൊണ്ട് വയ്ക്കും. അപ്പോൾ മനസ്സിലായത് എന്താണ്? അവളുടെ ഏക ആശ്രയമായ മകനാണ്. ഈ മകനല്ല വേറെ അവൾക്ക് ഒരാശ്രയമില്ല. അവളുടെ ഭർത്താവ് മരിച്ച്, അവളൊരു വിധവയാണ്, അവളുടെ മകനാണ്, ഏക മകനാണ് ഈ മരിച്ചിരിക്കുന്നത്. അവളുടെ ആശ്രയം തീർന്നു. ആ കരച്ചിൽ, ഹൃദയത്തിൻ്റെ വേദന ആഴത്തിലറിയുന്ന ദൈവം, അവളുടെ വേദനയുടെ മുന്നിൽ കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്, കരയണ്ട. എന്നെ കേൾക്കുന്ന പ്രിയജനമേ, നിങ്ങളെ എത്ര വലിയ വിഷയമായാലും ആ ദൈവം ഇന്ന് നിങ്ങളോട് പറയുകയാണ്, കരയണ്ട, നിൻ്റെ കരച്ചിൽ മതി. കരഞ്ഞിന്നും ഇന്നും നിനക്ക് മറുപടിയാണ്. ആ നിമിഷം കർത്താവ് അവനെ ജീവനുള്ളവനായി അമ്മയ്ക്ക് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് മനുഷ്യനെ ആശ്രയിക്കുന്ന സൃഷ്ടാവായ ദൈവം. ഈ ദൈവം, നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് സൃഷ്ടാവായ ഈ ദൈവത്തിൽ ആശ്രയിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സകല വിഷയത്തിനും നിങ്ങൾ ഇന്നോളം പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനക്കും കർത്താവ് പൂർണ്ണ മറുപടി തന്നിരിക്കും. അതിൽ മാറ്റമില്ല. നമുക്കൊരു വാക്യം കൂടി വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന് 16-ാം വാക്യം വായിക്കാം. യേശു അവളോട്, പോയി ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞ്, എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞ്,
നിനക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് പറഞ്ഞു. ഈ സ്ത്രീ 5 ഭർത്താക്കന്മാരുടെ ഉള്ളൊരു സ്ത്രീയായിരുന്നു. ഓരോരുത്തരിങ്ങനെ മാറി മാറി വന്നു. 5 ഭർത്താക്കന്മാർ ഇവർക്കുണ്ടായിരുന്നു. എങ്കിൽ യേശു കേട്ടിൻകട വയ്ക്കുമ്പോൾ വെള്ളം കോരാൻ പറയുമ്പോൾ പറയുന്നത്, ഈ ജീവനുള്ള വെള്ളത്തെക്കുറിച്ച് പറയുമ്പോൾ യേശുവിൻ്റെ ആ വെള്ളം എനിക്ക് തന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പോൾ ഈ സ്ത്രീയോട് യേശു പറയുകയാണ്, നിൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരാൻ. ആ സ്ത്രീ പറയുകയാണ്, എനിക്ക് ഭർത്താവില്ല. സ്ത്രീ പറഞ്ഞ ശരിയാണ്. എങ്കിൽ യേശു പറയും, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളവനോ നിൻ്റെ ഭർത്താവുമല്ല. സ്ത്രീ എന്തു പറയണം നമുക്ക് നോക്കാം. നീ പറഞ്ഞ് സത്യം തന്നെ എന്ന് പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനൻ, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ അറിയുന്നു. സ്തോത്രം. ഈ പ്രവാചകനാണ് പ്രവചിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തെ അടങ്ങുന്ന ദോഷത്തെ സത്യത്തെ എല്ലാം വിഭജിക്കുന്ന പ്രവാചകനാണ്. അപ്പോൾ ഈ സ്ത്രീ പറയുകയാണ്, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ അറിയുന്നു. ഇതാണ് ജീവനുള്ള ദൈവം. നമ്മൾ രഹസ്യത്തിൽ ചെയ്യുന്ന നമ്മുടെ പാവങ്ങളെ വെളിപ്പെടുത്താൻ കഴിവുള്ളവനാണ് ദൈവം. നിങ്ങൾ വിഗ്രഹങ്ങളിൽ പോയി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പാവം അറിയില്ല. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോരാ. നിങ്ങൾ എത്ര കണ്ണീരൊഴിക്കാലും നിങ്ങളുടെ പാവത്തെക്കുറിച്ച് അവിടെ വെളിപ്പെടുകയില്ല. ഈ വിഗ്രഹം അതിന് കഴിവുള്ളതല്ല. പക്ഷേ എങ്കിൽ സൃഷ്ടാവായ ദൈവത്തിൻ്റെ അടുത്ത് നിങ്ങൾ വരുമ്പോൾ ആദ്യം വെളിപ്പെടുന്ന നിങ്ങളുടെ പാവമാണ്. നമ്മൾ ഓരോരുത്തരും പാവം വെളിപ്പെടുത്തുമ്പോഴാണ് നമ്മൾ പാപത്തെക്കുറിച്ച് പശ്ചാത്താപിക്കുന്നത്. നമ്മൾ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പാപമല്ലെന്ന് വിചാരിച്ച് ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും കർത്താവ് വെളിപ്പെടുത്തി തരുമ്പോഴാണ് പാവമെന്ന് നമ്മൾ അറിയുന്നത്. അപ്പോഴാണ് നമ്മൾ പാപത്തെക്കുറിച്ച് പശ്ചാത്താപിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന. ഇതാണ് ജീവനുള്ള ദൈവം. ജീവനുള്ള ദൈവത്തിൻ്റെ അടുത്തൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം നിനക്ക് വെളിപ്പെടുത്തുന്നത് നിൻ്റെ പാവമാണ്. ഇതാണ് ദൈവം. ഇതാണ് സൃഷ്ടാവായ ദൈവം. സൃഷ്ടാവായ ദൈവത്തെ ഇന്നലെ വരെ വിഗ്രഹങ്ങളുടെ മുന്നിൽ പോയി പ്രാർത്ഥിച്ചിട്ട് യാതൊരു കുഴപ്പമില്ലാതെ പോകുന്നു. പക്ഷേ സൃഷ്ടാവായ ദൈവത്തിന് മുന്നിൽ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ പാപത്തെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്തി തരും. നമുക്കൊരു വാക്യം വായിക്കാം. അതിൻ്റെ തന്നെ 23 വാക്യം വായിക്കാം. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിന് സത്യത്തിൽ ആരാധിക്കുന്ന നാഴിക വന്നു വിരിക്കുന്നു. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിന് സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുവിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. കർത്താവിനെ ആരാധിക്കുന്നവർ ആത്മാവിന് സത്യത്തിലും ആരാധിക്കണമെന്ന് കർത്താവ് ഇച്ഛിക്കുകയാണ്. കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതാണ് ഈ പറയുന്നത്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിന് സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വന്നുകൊണ്ടിരിക്കുന്നു.